പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം 11 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാൻ 5 കാരണങ്ങളുണ്ട്. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 40 വാക്യം. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. പ്രിയരെ, യേശു കർത്താവ് ഇതാ തൻ്റെ ശിഷ്യന്മാരുമായി ഒലിവ്മലയിലേക്ക് ചെല്ലുകയാണ്. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇതാ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഒരു ഭക്തൻ പ്രാർത്ഥിക്കാനായിട്ടുള്ള 5 കാരണങ്ങളുണ്ട്. 1, അവൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പരീക്ഷ ജയിക്കുവാനായി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ശത്രു നമ്മുടെ ജീവിതത്തിനകത്ത് വയ്ക്കുന്ന എല്ലാ എതിരുകളെയും ജയിക്കേണ്ടതിനായിട്ട് നിങ്ങൾ നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് 6 അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യന്റെ കൈയെ യേശു സൗഖ്യമാക്കുന്നത് കാണാം. ശവത്തിലാണ് ആ സൗഖ്യം കൊടുക്കുന്നത്. എന്നാൽ 11, 12 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യണമെന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ഇത് അവിടെ നിന്ന് പരീക്ഷന്മാരും അതിനെ എതിർക്കുന്നവരെല്ലാം യേശുവിനെ എന്ത് ചെയ്യണമെന്ന് അവർ ഭ്രാന്ത് പിടിച്ചവരെ പോലെയായി. നമ്മുടെ ജീവിതത്തിനകത്ത് നാം നന്മ ചെയ്യുമ്പോൾ ജാതീയ ശക്തികളും അറിയാം, നന്മയെ വിരോധമായി കാണുന്ന പാരമ്പര്യമായി നിൽക്കുന്ന അനേകരും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് അനർത്ഥം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ അതിന് ജയിക്കും. 12 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 12 വാക്യം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. തന്നെ കൊല്ലുവാൻ, തന്നെ അവസാനിപ്പിക്കുവാൻ ആലോചന കഴിക്കുന്നവരുടെ നടുവിൽ യേശു കർത്താവ് രാത്രിയിൽ പിതാവിനോട് പ്രാർത്ഥന കഴിച്ചുകൊണ്ട് താൻ മുമ്പോട്ട് പോകുന്നത് കാണുകയാണ്. എല്ലാ വെല്ലുവിളികളെയും എല്ലാ പരീക്ഷകളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ജയിക്കുവാൻ കഴിയും. നിങ്ങളെ സഹായിക്കാൻ ഒരു മാനുഷിക കരമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഒലിവുമലയിൽ ഇതാ യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ തന്നെ സഹായിക്കാനില്ല, പക്ഷെ ഒരു ദൂതൻ ഇറങ്ങി തന്നെ ബലപ്പെടുത്തുന്നത് കാണാം. ദൈവഹിതം പൂർത്തീകരിക്കേണ്ടതിനായിട്ട് സകല പരീക്ഷകളെ ജയിക്കുവാനായിട്ട് ഇതാ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയിൽ ഉണരാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ പരീക്ഷയെ ജയിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതേപോലെ തന്നെ 2ാമത്തെ വിഷയം നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 24 വാക്യം. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ നാം പ്രാർത്ഥിക്കണം. നാളുകൾ കരഞ്ഞ, നാളുകൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് വിഷയത്തിനകത്താണോ നിങ്ങളിപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമെങ്കിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഇതാ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കുന്നു. എങ്കിൽ 3ാമത്തെ കാര്യം എബ്രായലേഖനം 4 അധ്യായം അതിൻ്റെ 16 വാക്യമാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രിയരെ, എബ്രായലേഖനക്കാരൻ നമ്മോട് പറയുകയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്തുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിനടുത്തേക്ക് പ്രാർത്ഥനയോടെ ചെല്ലുക. ഞാൻ ഒന്ന് ആഴത്തിൽ നിങ്ങളോട് പറയട്ടെ,
പ്രാർത്ഥിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നത്. തീർന്നു, അവസാനിച്ചു, ഇനി മറുപടിയില്ല, ആ രോഗം എന്നെ അവസാനിപ്പിക്കുമെന്നൊക്കെ പറയുന്നവന് പ്രാർത്ഥിക്കാമെങ്കിൽ ഒരു സ്പർശനം വെളിപ്പെട്ടു വരും. മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ യേശു സ്പർശിച്ചതുപോലെ എൻ്റെ കർത്താവിൻ്റെ കരുണ ഇന്ന് അനേകരുടെ മേളിൽ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. തക്ക സമയത്തിനുള്ള കൃപ, ആ വിഷയത്തെ ജയിക്കുവാനുള്ളത് പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞതുപോലെ നമ്മെ മുമ്പോട്ട് നടത്തുന്ന കൃപ ലഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ. അപ്പം മൂന്നാമത്തെ വിഷയം കരുണയ്ക്കും കൃപയ്ക്കുമായി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. എന്നാൽ നാലാമത്തെ വിഷയം ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻഷനുകളെ ജയിക്കുവാൻ, നമ്മുടെ വിചാരങ്ങളെ ജയിക്കുവാൻ നാം പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്നെ കേൾക്കുന്നവരെ, ഇതാ വാക്യം പറയുകയാണ്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. നമ്മൾ പലതിനകത്തും ഭാരപ്പെടുന്നത് അടുത്ത ആഴ്ച ആ സാമ്പത്തിക വിഷയം, ആ രോഗം, എൻ്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന ജോലിയുടെ പ്രശ്നം, കുടുംബ വിഷയങ്ങൾ, ഇതെല്ലാം നമ്മൾ ടെൻഷനാക്കുകയും നാം അനുഭവിക്കുന്ന ഭൂരിഭാഗം രോഗങ്ങളും ഈ ടെൻഷൻ കൊണ്ടുവരുന്നതാണ്. എന്നാൽ അതിനകത്ത് ദൈവാത്മാവ് പറയാണ്, പ്രാർത്ഥനയിൽ ജയിക്കാൻ പറ്റും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ സകലതും പ്രാർത്ഥനയാൽ, ഹല്ലേലൂയ, എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏത് ഭാരപ്പെടുന്ന വിഷയത്തിനകത്തും അല്പസമയം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അകത്ത് സന്തോഷവും സമാധാനം വരും. കാരണം നാം പ്രാർത്ഥിക്കുന്നത് സമാധാന പ്രഭുവിനോടാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. നമ്മെ സമാധാനത്തിലേക്ക് കൊണ്ടുവരും, നമ്മെ ബലപ്പെടുത്തും, നമുക്ക് ഉറക്കം തരും. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ നാലാമത്തെ വിഷയം വിചാരങ്ങളെ ജയിക്കുന്ന, ടെൻഷനെ ജയിക്കുന്ന പ്രാർത്ഥന. എങ്കിൽ അഞ്ചാമത്തെ വിഷയം ഈ വാക്യത്തിനകത്തുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും പ്രാർത്ഥനയോടുകൂടെ പിതാവിനെ അറിയിക്കാം. എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്നോട് പറയുമ്പോഴാണ് ഞാനത് പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. നമുക്കും നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ സ്വർഗത്തിലെ പിതാവിനോട്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ തൻ്റെ പിതാവിനെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥന പഠിപ്പിച്ചതായി കാണുന്നു. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. 5 കാര്യങ്ങളാണ്. 1, പരീക്ഷയെ ജയിക്കുവാനായിട്ട്. 2, സന്തോഷം പൂർണ്ണമാകുവാൻ. 3, കരുണയും കൃപയും ലഭിപ്പാൻ. 4, ടെൻഷനെ ജയിക്കാൻ അല്ലെങ്കിൽ വിചാരങ്ങളെ ജയിക്കുവാനായിട്ട്. 5, നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ കർത്താവിനെ ഏൽപ്പിക്കുവാനായിട്ട്. ഈ പ്രഭാതത്തിൽ തീരുമാനത്തോടെ നമുക്കൊരു പ്രാർത്ഥന മനുഷ്യനായി തീരുവാൻ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് തീരുമാനിക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസമാകട്ടെ ഇത്. പ്രാർത്ഥനയുടെ ശക്തി ഓരോ മക്കളും അനുഭവിക്കട്ടെ. ഇവർ ജയിക്കട്ടെ അപ്പ. ഇവർ സമാധാനവും സന്തോഷവും അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം ഇവരെ കൂടെ ഇരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. നിങ്ങളെ യൂട്യൂബിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കും. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.